ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഒരു ട്യൂഷൻ സെൻറ്ററിലെ ട്യൂഷൻ ഫീ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു എക്സൽ വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്തു വരുന്ന ഈ ഒരു ട്യൂഷൻ ഫീ രജിസ്റ്റർ ഞാൻ ഡെമോ കാണിക്കാം. ഫസ്റ്റ് സ്റ്റുഡൻറ്റിന് നേരെയുള്ള പെയ്ഡ് മന്ത്സ് എന്നുള്ളത് 7 എന്നും റിമൈനിങ് മന്ത്സ് എന്നുള്ളത് 3 എന്നും സബ്മിറ്റഡ് ഫീ എന്നുള്ളത് 5250 എന്നും റിമൈനിങ് ഫീ എന്നുള്ളത് 2250 എന്നുമാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ജനുവരി മാസത്തെ ഫീ പേ ചെയ്യുന്നതിന് വേണ്ടി ടിക്ക് ചെയ്യുന്ന സമയത്ത് പെയ്ഡ് മന്ത്സ് എന്നുള്ളത് 8 എന്നും റിമൈനിങ് മന്ത്സ് 2 എന്നും സബ്മിറ്റഡ് ഫീ 6000 എന്നും റിമൈനിങ് ഫീ 1500 എന്നും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇതുപോലെ തൊട്ട് താഴെയുള്ള സ്റ്റുഡൻറ്റിൻ്റെ മാർച്ച് മാസത്തെ ഫീസ് അൺടിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് എൻട്രി ചെയ്തിരിക്കുന്ന കോളങ്ങളിലെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. ലൈറ്റ് ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളിൽ ടിക്ക് ചെയ്യുന്ന സമയത്തും അൺടിക്ക് ചെയ്യുന്ന സമയത്തും സൈഡ് കോളങ്ങളിൽ വാല്യൂസ് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ ട്യൂഷൻ ഫീ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഇതുപോലുള്ള എക്സൽ വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. താഴെ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് ഞാൻ പുതിയൊരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് വ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് സൂം ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിൽ റോൾ നമ്പർ എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം നെക്സ്റ്റ് സെല്ലിൽ നെയിം എന്ന് ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് ഫാദേഴ്സ് നെയിം, കോണ്ടാക്ട് നമ്പർ, ക്ലാസ്. ഈ ഒരു സെല്ലിൽ ഏജ് എന്ന് ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് മന്ത്ലി ഫീ. ഈ ഒരു സെല്ലിൽ മന്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ജൂൺ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു കോർണർ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് മാർച്ച് വരെ സെലക്ട് ചെയ്തു. മന്ത് കണ്ടെയ്ൻ ചെയ്യുന്ന കോളങ്ങളുടെ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കോളം സെലക്ട് ചെയ്തു. ശേഷം റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത് കോളം വിഡ്ത്ത് എന്നുള്ളത് സെലക്ട് ചെയ്തു. കോളം വിഡ്ത്ത് എന്നുള്ള ഈ ഒരു ഭാഗത്ത് 4.5 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ 4 കോളങ്ങൾ സെലക്ട് ചെയ്ത് കോളങ്ങളുടെ വിഡ്ത്ത് ഞാൻ ഇൻക്രീസ് ചെയ്തു. ശേഷം ഈ ഒരു സെല്ലിൽ പെയ്ഡ് മന്ത്സ്, നെക്സ്റ്റ് സെല്ലിൽ റിമൈനിങ് മന്ത്സ്, അടുത്ത സെല്ലിൽ സബ്മിറ്റഡ് ഫീ എന്ന് ടൈപ്പ് ചെയ്തു. അവസാന കോളത്തിൽ റിമൈനിങ് ഫീ എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു ഫസ്റ്റ് കോളത്തിൻ്റെ സൈസ് ഞാൻ കുറച്ച് റെഡ്യൂസ് ചെയ്തു. അതിനുശേഷം റോൾ നമ്പർ എന്ന് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിന് താഴെ 2001 എന്ന് ഒരു സാമ്പിൾ നമ്പർ എൻട്രി ചെയ്തു. ശേഷം സീരിയൽ നമ്പർ എൻട്രി വരുന്നതിന് വേണ്ടി ഈ ഒരു കോർണർ ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്തു. നമ്പർ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു റോകളെല്ലാം സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത് റോ വിഡ്ത്ത് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോയിൽ റോ വിഡ്ത്ത് എന്നുള്ളത് ഞാൻ 22 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം എൻ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു റോ സെലക്ട് ചെയ്ത് ഈ ഒരു റോയുടെ സൈസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു എൻറ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്തു. കളർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്ന് ലൈറ്റ് ഗ്രേ കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ഈ ഒരു സെൽ കളർ വൈറ്റ് എന്നുള്ളത് ചൂസ് ചെയ്തു. ഈ ഒരു റോയുടെ സൈസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത് റോ വിഡ്ത്ത് എന്നുള്ളത് സെലക്ട് ചെയ്തു. റോ വിഡ്ത്ത് 24 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ ഫിൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ഫിൽ എഫക്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫിൽ എഫക്ട്സ് എന്നുള്ള ഈ ഒരു വിൻഡോയിലെ കളർ 2 എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ ഗ്രേ കളർ സെലക്ട് ചെയ്തു. ശേഷം താഴെ കാണുന്ന ഈ ഒരു പാറ്റേൺ ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോ ഓക്കെ എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഫോർമാറ്റ് സെൽസ് എന്ന ഈ ഒരു വിൻഡോയിലും ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു റോയുടെ സൈസ് ഞാൻ കുറച്ച് റെഡ്യൂസ് ചെയ്തു.
തൊട്ട് താഴെയുള്ള ഈ ഒരു റോയും സൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹെഡിങ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. സെൽ കളറ് ഗ്രീൻ എന്നുള്ളത് ചൂസ് ചെയ്തു. ടെക്സ്റ്റ് കളറ് വൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡാറ്റ എൻട്രി വരേണ്ട ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഫോണ്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്ന് ട്രേഡ് ഗോത്തിക് നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളിൽ ബോർഡർ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന മോർ ബോർഡേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്ന ഈ ഒരു വിൻഡോയിലെ കളർ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. കളർ എന്നുള്ളത് ലൈറ്റ് ഗ്രേ സെലക്ട് ചെയ്തു. സ്റ്റൈൽ എന്നുള്ള ഭാഗത്ത് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസൈഡ് എന്നുള്ള ഈ ഒരു ഭാഗവും ഔട്ട്ലൈൻ എന്നുള്ള ഈ ഒരു ഭാഗവും സെലക്ട് ചെയ്ത് താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഹെഡിങ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഹെഡിങ്ങുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെൽ ബോർഡറും നേരത്തെ സെലക്ട് ചെയ്തിരുന്ന ആ ഒരു സെയിം ബോർഡർ തന്നെ ചൂസ് ചെയ്തു. ശേഷം ഈ ഒരു ടെക്സ്റ്റ് ബോൾഡ് ചെയ്തു. അതിനുശേഷം ഡാറ്റ എൻട്രി വരേണ്ട ഈ ഒരു കോളങ്ങൾ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടൈറ്റിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. മെർജൻ സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് ട്യൂഷൻ ഫീ റെക്കോർഡ്സ് 2023 എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു ഹെഡിങ്ങിൻ്റെ ടെക്സ്റ്റ് സൈസ് ഞാൻ 16 എന്ന് സെലക്ട് ചെയ്തു. ശേഷം ബോൾഡ് ചെയ്തു. ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ബാൻസ്ക്രിപ്റ്റ് സെമി ബോൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് കളർ ഞാൻ ഈ ഒരു ലൈറ്റ് ഗ്രീൻ സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് സൈസ് ഞാൻ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം നെയിം എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാനൊരു സാമ്പിൾ നെയിം എൻട്രി ചെയ്യുന്നുണ്ട്. ആൻ്റണി സൈമൺ എന്ന് ടൈപ്പ് ചെയ്തു. ഫാദേഴ്സ് നെയിം എന്നുള്ള ഈ ഒരു ഭാഗത്ത് നവിൻ ജേക്കബ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നെയിം എൻട്രി വരേണ്ട ഈ ഒരു സെല്ലുകളിലെല്ലാം സാമ്പിൾ നെയിം എൻട്രി ചെയ്തു. കോണ്ടാക്ട് നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് സാമ്പിൾ നമ്പർ എൻട്രി ചെയ്യുന്നുണ്ട്. 9847123456 എന്ന് എൻട്രി ചെയ്തു. ശേഷം ഈ ഒരു കോർണർ ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്തു. ക്ലാസ് എന്നുള്ളത് ഞാൻ 9 എന്ന് ടൈപ്പ് ചെയ്തു. താഴെ സെല്ലുകളിലും സെയിം വാല്യൂ എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് Ctrl D എന്ന് സെലക്ട് ചെയ്തു. ഏജ് എന്നുള്ള കോളത്തിലും ഇതുപോലെ ഞാൻ എൻട്രി ചെയ്തു. മന്ത്ലി ഫീ എന്നുള്ള ഈ ഒരു ഭാഗത്ത് 750 എന്ന് ടൈപ്പ് ചെയ്തു. Ctrl D എന്നുപയോഗിച്ച് താഴെ സെല്ലുകളിലും എൻട്രി ചെയ്തു. 750 എന്ന എമൗണ്ടിന് ഫ്രണ്ടിൽ റുപ്പീസ് സിമ്പിൾ വരുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസിന് വേണ്ടി Ctrl 1 എന്ന് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്ന ഈ ഒരു വിൻഡോയിലെ കറൻസി എന്നുള്ളത് സെലക്ട് ചെയ്തു. ഡെസിമൽ സ്പേസ് എന്നുള്ളത് ഞാൻ 0 എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്ത് താഴെ ഇന്ത്യൻ കറൻസി സെലക്ട് ചെയ്ത് ഈ ഒരു വിൻഡോ ഓക്കെ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മന്ത്ലി ഫീ എൻട്രി ചെയ്യുന്ന സമയത്ത് ടിക്ക് മാർക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. ഫോണ്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വിങ് ഡിങ്സ് 2 എന്നുള്ള ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു സെല്ലിൽ ക്യാപിറ്റൽ ലെറ്റർ P എന്ന് ടൈപ്പ് ചെയ്തു. ക്യാപിറ്റൽ ലെറ്റർ P എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടിക്ക് മാർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ ടിക്ക് മാർക്ക് ഞാൻ ബോൾഡ് ചെയ്തു. അതിനുശേഷം സൈഡിലേക്കും ടിക്ക് മാർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് Ctrl R എന്ന് സെലക്ട് ചെയ്തു. ശേഷം താഴേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് കീബോർഡിൽ Ctrl D എന്ന് സെലക്ട് ചെയ്തു.
അതിനുശേഷം ഈ ഒരു ടിക്ക് മാർക്ക് ചില കോളങ്ങളിലെല്ലാം ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ശേഷം ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് വരുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. നെയിം എൻട്രി ചെയ്തിരിക്കുന്ന ഈ 2 കോളങ്ങൾ വലത്തെ സൈഡിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം എൻട്രി ചെയ്തിരിക്കുന്ന ടിക്ക് മാർക്ക് ബേസ് ചെയ്ത് പെയ്ഡ് മന്ത്സ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ റേഞ്ച് എന്നുള്ളത് ടിക്ക് മാർക്ക് എൻട്രി ചെയ്യേണ്ട ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. കോമ ക്രൈറ്റീരിയ എന്നുള്ളത് പി എന്ന് എൻട്രി ചെയ്യുന്ന സമയത്താണ് നമുക്ക് ടിക്ക് മാർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുവേണ്ടി ഡബിൾ കോട്ട് ക്യാപിറ്റൽ ലെറ്റർ പി ഡബിൾ കോട്ട് ബ്രാക്കറ്റ് ക്ലോസ്. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് സെല്ലിൽ 6 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. താഴെ സെല്ലിലും ഈ ഒരു കോർണർ ഡ്രാഗ് ചെയ്ത് വാല്യൂ എടുത്തിട്ടുണ്ട്. ശേഷം എത്ര മന്ത് ബാലൻസ് അടയ്ക്കാനുണ്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ടിക്ക് മാർക്ക് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ്. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് 4 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. കോർണർ ഡബിൾ ക്ലിക്ക് ചെയ്ത് താഴെ സെല്ലുകളിലും വാല്യൂ എടുത്തിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റഡ് ഫീ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു പെയ്ഡ് മന്ത്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. മൾട്ടിപ്ലൈ മന്ത്ലി ഫീ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് 4500 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. താഴെ സെല്ലുകളിലും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ വാല്യൂ എടുത്തിട്ടുണ്ട്. ഇനി എത്ര ഫീസ് അടയ്ക്കാനുണ്ടെന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു റിമൈനിങ് മന്ത്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. മൾട്ടിപ്ലൈ മന്ത്ലി ഫീ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം എൻ്റർ. 3000 എന്ന് ഫസ്റ്റ് സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് താഴെ സെല്ലുകളിലും ഞാൻ വാല്യൂ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സെല്ലുകൾ സെലക്ട് ചെയ്ത് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഡിസംബർ മാസത്തെ ഈ ഒരു സെല്ല് ടിക്ക് ചെയ്യുന്ന സമയത്ത് സൈഡ് കോളങ്ങളിൽ വാല്യൂസ് ചേഞ്ചായി വരുന്നത് കാണാം. മന്ത് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളിൽ ടിക്ക് ചെയ്യുന്ന സമയത്ത് സൈഡ് ഭാഗത്തെ ഈ ഒരു കോളങ്ങളിൽ വാല്യൂസ് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് കാണാം. കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ടിക്ക് മാർക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം റിമൈനിങ് ഫീ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളും സെലക്ട് ചെയ്തു. കളർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ ലൈറ്റ് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ഏറ്റവും താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് ഈ ഒരു സെല്ലുകളുടെ കളറ് ഞാൻ വൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു റോയുടെ സൈസ് ഞാൻ റെഡ്യൂസ് ചെയ്തു. ഏറ്റവും താഴെ വൈറ്റ് കളറിലെ ഈ ഒരു സെല്ലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സം ഫംഗ്ഷൻ ഉപയോഗിച്ച് ബാലൻസ് ഡിസ്പ്ലേ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോ ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.